ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൺസോളിഡേറ്റഡ് ഒപ്പോസിഷൻ ഈ കാലഘട്ടത്തിൽ നിലനിന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചാൽ മതിയെന്നും നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു വികാരം സെറ്റ് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും വരുന്നവരും പോകുന്നവരെയും ഒക്കെ വിളിച്ചു കെട്ടി മോദിയെ അജണ്ടയ്ക്കലായിട്ട് തെറി പറയുക, BJPക്കെതിരെ നിൽക്കുക, അതിനുവേണ്ടി അജണ്ട സെറ്റ് ചെയ്യുക, അതിന് മാധ്യമ കൂട്ടായ്മ ഉണ്ടാക്കുക, മാധ്യമ കൺസോളിഡേഷൻ ഉണ്ടാക്കുക. ഇന്ന് ആധികാരികമായിട്ടും അല്ലാതെയും പുറത്തു വന്നിട്ടുള്ള പുറം രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്രോതസ്സിലേക്ക് BJPയെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാകരുത്, ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച ഉണ്ടാകരുത് എന്ന്, ഇന്ത്യയുടെ വളർച്ച തടയണമെന്ന് ആഗ്രഹിക്കുന്ന പുറം രാജ്യങ്ങളുടെ പോലും കൈക്കടത്തിലുണ്ട് എന്ന് പുറത്തു വന്നിരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അതിന് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയാണ് അപ്പോഴും ജനവിധി എന്ന സംഗതിയെ മാനിക്കല്ലേ കേട്ടോ ഉല്ലാസ് ബാബു, ജനവിധി എന്ന സംഗതിയെ മാനിക്കല്ലേ കേട്ടോ. അപ്പോഴും ഈ പറയുന്ന കർഷകർ സമരം ചെയ്താൽ പുറം രാജ്യത്തിന്റെ ഇടപെടൽ, പൗരത്വത്തിന്റെ പേരിൽ സമരം ചെയ്താൽ പുറം രാജ്യങ്ങളുടെ ഇടപെടൽ, തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പുറം രാജ്യങ്ങളുടെ ഇടപെടൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ BJPയുടെ പ്രതിനിധിയെ വിളിക്കുന്നുണ്ട് എങ്കിൽ BJPയുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. നിഷാദ് റാവുത്തർ ഏത് സമയത്ത് ചർച്ചയ്ക്ക് വിളിച്ചാലും ഇടയിൽ കയറിയിട്ട് ബുദ്ധിമുട്ടിക്കുകയുണ്ടാക്കരുത്. നിങ്ങൾ ആ മാന്യത കാണിക്കണം. നിങ്ങൾ വിളിച്ചിട്ട് വരുന്നവരാണ് ഞങ്ങൾ. അപ്പൊ പറയുന്ന നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അധികാര ശ്രേണിയിലേക്കുള്ള കേവല ഭൂരിപക്ഷം ഞങ്ങളുടെ മുന്നണി കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കേവല പറഞ്ഞ പോലെ എവിടെയാണ് വിവരം പുറത്തു വന്നത്? വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ വിവരം നൈസായിട്ടല്ല നിങ്ങൾ, അതാണ് ഒരു നൈസായിട്ടല്ല. നിങ്ങൾ ദേശീയ ചാനലുകൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ പല ചാനലുകളിലും വന്ന ആധികാരികമായതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാകരുത് എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ പുറം രാജ്യങ്ങൾ കൊടുത്തു എന്ന് പോലും പുറത്തു വരുന്ന ഒരു സമയമാണ്. ആ ഇന്ത്യൻ ഇക്കോണമി പോലും വളർന്നു വരുന്ന സാഹചര്യവും എന്നുള്ള അജണ്ട പോലും സെറ്റ് നിഷാദെ നിങ്ങൾ ദേശീയ ചാനലുകൾ അടക്കമുള്ള കർഷക സമരം നടക്കുമ്പോൾ കൃത്യമായ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ കാര്യങ്ങൾ കെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ കാണിക്കണം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാനുള്ള മാന്യത കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളാണെങ്കിൽ ചോദ്യം ചോദിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മാന്യത കാണിക്കുക. ഞാനൊരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി തരുമ്പോൾ ആ മറുപടി നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ ആ സഹിഷ്ണുതാവാദിയായിട്ടുള്ള നിഷാദ് അതൊന്ന് കേൾക്ക്. ആ സഹിഷ്ണുതാവാദിയായിട്ടുള്ള നിഷാദെ നിങ്ങളെ ഒന്ന് കേൾക്ക്. നിങ്ങളെ അവസാനിപ്പിക്കേ. നിങ്ങൾ എന്റെ വാക്കുകളൊന്ന് കേൾക്കാനുള്ള മാന്യത കാണിക്കേ. ചുമ്മാ കേൾക്കല്ല. പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നിഷാദ് അല്ല മറുപടി പറയേണ്ടത്. ചോദ്യവും മറുപടിയും പറയാൻ നിഷാദ് മതിയെങ്കിൽ പിന്നെ എന്തിനാണപ്പാ എന്റെ പേര് എന്റെ മുമ്പിൽ നിഷാദിന്റെ പട വെച്ചിട്ട് അടിയിൽ BJP വിരോധി തങ്ങ് എഴുതി വെച്ചാൽ പോരെ? ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി വെക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കില്ലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവിധാനം എന്ന് പറയപ്പെടുന്നത്? നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് 3.25 കിലോമീറ്റർ ചോദ്യം ചോദിച്ച് 15 സെക്കൻഡോട് ഞാൻ മറുപടി പറയണമെന്ന് വന്നാൽ എങ്ങനെ ശരിയാവുക? ഞാൻ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് BJPയുടെ നേതൃത്വത്തിൽ NDA സഖ്യം കൃത്യമായിട്ടുള്ള കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ആ കേവല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചില വോട്ടുകളുടെ കുറവുണ്ട്, ചില സീറ്റുകളുടെ കുറവുണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുറവുകളെ നികത്തിക്കൊണ്ട് മുന്നണി സംവിധാനത്തെ പ്രബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഞങ്ങളുടെ സംവിധാനത്തിനുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്ന സീറ്റും ഈ ഇപ്പുറത്തെ സംവിധാനത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ എത്തി നിൽക്കുന്ന സീറ്റും ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾ 10 കൊല്ലം ഭരിച്ചിട്ട് 50 സീറ്റിലേക്ക് തകർന്നില്ലല്ലോ, 53ലേക്കും ഞങ്ങൾ തകർന്നില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ടുള്ള കേവല ഭൂരിപക്ഷം എത്തുന്ന രീതിയിൽ ഏറ്റവും ഗംഭീരമായി തന്നെ ഞങ്ങൾ സീറ്റുകൾ ഉല്ലാസ് ബാബു 55 വർഷം ഭരിച്ചിട്ടല്ലേ കോൺഗ്രസ് ഇങ്ങനെ തകർന്നത്?
നിങ്ങൾ 10 വർഷം കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 3 ലക്ഷം കുറഞ്ഞു. നിങ്ങൾ 10 വർഷം ഭരിച്ചപ്പോൾ 19 കേന്ദ്രമന്ത്രിമാർ തോറ്റു. നിങ്ങളുടെ ഹാർട്ട്ലാൻഡിൽ നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങളുടെ പ്രധാനപ്പെട്ട ക്ഷേത്രഭൂമികളിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. 10 വർഷം എടുത്തുള്ളൂ. കോൺഗ്രസ് 55 വർഷം എടുത്തില്ലേ? എന്റെ ചോദ്യം അതല്ലേ? ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വിദേശ ശക്തികൾ പണം മുടക്കിയെന്നതുമായി ബന്ധപ്പെട്ട് വന്ന ആധികാരിക റിപ്പോർട്ട് ഏത് ചാനലിലാണ് വന്നത്? ഏത് ചാനലിലാണ് വന്നത്? എവിടെയാണ് വന്നത്? അതാ എനിക്ക് അറിയേണ്ടത്. ഈ ജനവിധിയെ അപഹസിക്കുന്ന റിപ്പോർട്ട് വന്നത് എവിടെയാണ്? ജനവിധിയെ അപഹസിക്കുന്ന ആ റിപ്പോർട്ട് ഏത് ചാനലാണ്? ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. നിഷാദ് എനിക്കൊരു ഹായ് അയക്കാം. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അടൽ ബിഹാരി വാജ്പേയി 5 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചതിന് ശേഷമാണ് സാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ UPA സർക്കാർ 10 വർഷം ഭരിച്ചത്. സിംഗ് ഈസ് കിങ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം ഇന്ത്യ മഹാരാജ്യത്ത് BJPയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ BJP മുന്നണി അധികാരത്തിൽ വന്ന സമയത്ത് BJP ഒറ്റയ്ക്ക് സീറ്റ് മത്സരിച്ച് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ സമയത്ത് 53ലേക്കും 50ലേക്കും ചുരുങ്ങിപ്പോയ ചരിത്രം നിങ്ങൾ മറന്നോ? അവ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇന്ന് നിങ്ങൾ ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്നൊക്കെ പറയുന്നില്ലേ? ഈ മനോഹാരിതയൊന്നും ഞങ്ങൾ തകർത്തിട്ടുണ്ട്. ഞങ്ങൾ തകർത്തു എന്ന അജണ്ട സെറ്റ് ചെയ്തു. ആ അജണ്ട സെറ്റ് ചെയ്ത സമയത്താണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, കേരളത്തിൽ MP ഉണ്ടാകും, MP-മാരടക്കം ഉണ്ടാകും. ആ MP-മാർ ഉണ്ടാകുന്നതിൽ നിന്ന് MP-യെ ഉണ്ടായിട്ടുള്ളൂ. അന്ന് നിഷാദ് അടക്കമുള്ള ആളുകൾ എന്നെ കളിയാക്കിയതാണ്. ഇന്ന് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ചാനലടക്കമുള്ള ആളുകൾ 3ാം സ്ഥാനത്തേക്ക് പുറകെ കൊണ്ടുപോയിട്ടുള്ള കേരളത്തിലും താമര വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സൗത്ത് ഇന്ത്യയിൽ താമര വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എവിടെയാണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങളെ വീഴ്ത്താനുള്ള ശ്രമം എവിടെയാണോ നടന്നിട്ടുള്ളത്, വർഷങ്ങളിൽ കൃത്യമായിട്ട് നരേന്ദ്രമോദി ശരി